ഒരു 5 വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 4 ഉണക്കമുളക്, ഒരു 3/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കടലപ്പൊടിയാണിത്, കടലമാവ് എന്ന് പറയും. ഇതാണ് ടീസ്പൂണ്. ഈ ടീസ്പൂണിന് 1 കപ്പ് മോരും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കൊണ്ട് ഉണ്ടാക്കണം. എന്താണെന്ന് നോക്കാം. ഉപ്പുണ്ട് കേട്ടോ അവിടെ. എന്താ നോക്കാം നമുക്ക്. ഞാനിവിടെ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചു. ഇനി വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് അരിഞ്ഞിടാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇതെല്ലാം വഴറ്റാനുള്ള എണ്ണ വേണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ടി വരണം. ഇതൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി പണിയുണ്ട് വേറെ. നമ്മൾ ഇവിടെ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ വേണം ഇതിലോട്ട്. ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിടാം. അപ്പോൾ അതിന് കുറേ ഇടണ്ട, കാരണം നമുക്ക് വേണ്ടി വന്നാലില്ല, കൂടിപ്പോയാൽ വലിയ പാടില്ല. അങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മുടെ ഈ മോര് ഒഴിക്കുകയാണ്. ഇത് നമുക്ക് വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇത് നോക്കണം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. എങ്കിലും കട്ടിയാണ്, ഇത്രയും കട്ടി വേണ്ട. കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പം ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഒഴിക്കുന്നില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാവാനുള്ള വെള്ളം മതി. ഇത് പാടി ഒരു മണം വരുന്നു. എന്നിട്ട് പാടി വരുമ്പോൾ വെണ്ടയ്ക്കയുടെ ഒരു മണം വരുമല്ലോ, ആ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ കടലമാവും മോരും കൂടെ, അതിലോട്ട് ഒഴിക്കുകയാണ്. കട്ടി നോക്കണം. കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു. കടലമാവായത് പെട്ടെന്ന് കുറുകും. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. 1 കപ്പ് മോരും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കാം നമുക്ക്. ഇതിലേക്ക് എടുത്തു വെച്ച ജീരകത്തിൻ്റെ ഒരു പകുതി ജീരകം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഇത് നമുക്ക് ഡിഷിലോട്ട് മാറ്റാം. ഈ ഇത്രയും കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ മോര് നല്ല പുളിയുള്ള മോരായിരിക്കണം, അത് നിർബന്ധമാണ്. എങ്കിൽ ഈ കറക്റ്റ് സ്വാദം ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. വീണ്ടും ഫ്ലെയിം ഓണാക്കി ഞാനത് താളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ചൂടാവട്ടെ. കടുകിടാം. കടുകിടാണ്. ഇത് പറഞ്ഞാൽ കേൾക്കാത്ത പാത്രം. ഇനി അതിലോട്ട് ബാക്കി ജീരകം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ടു. മുളക്,
ഇത് രണ്ടായിട്ട് മുറിച്ച് ഇതാണ് 2-4 അങ്ങനെ ഇടാം. കറിവേപ്പില മുറിച്ചതുകൊണ്ട് നല്ലത്, മുറിച്ചില്ല. നമ്മൾ താളിച്ചത് കൊടുക്കാം. അപ്പം ഇത് ഇരിക്കുന്നതും കുറുകും, അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വേണം ഇടാനായിട്ട്. അപ്പോൾ കട്ടിക്ക് വേണോ ലൂസായിട്ട് വേണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ കിച്ചടി പച്ചടി എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. സദ്യക്കൊക്കെ വിടുമ്പോൾ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക.